ഞാൻ കേട്ടില്ല. സാവിച്ചായോ അവിടെ ഒരു ബീഫ് ആരെന്ത് ചെയ്യുന്നു പറയുന്നുള്ളതല്ല, നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത്. നൃത്തകലയിൽ നിന്നാണല്ലോ തുടങ്ങിയത്. പുതിയതായി നൃത്ത കലാലയം എല്ലാം തുടങ്ങാൻ ഞാൻ ഭയങ്കര നൃത്തശില്പം ചെയ്യാൻ പോവാ. പക്ഷെ അത് പറഞ്ഞപ്പോ കോമഡി പറയാം. നൃത്തശില്പം ഉണ്ടത് പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമമായിരുന്നു. കുടുംബസംഗമത്തിനകത്ത് ഞങ്ങൾ അമ്മമാര് ഇതുവരെ മലയാള ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ആദ്യം ഒരു സ്റ്റേജിലും ഇത്രയും അമ്മമാർ ഒരു സ്റ്റേജിൽ കയറി നൃത്തം ചെയ്തിട്ടില്ല. അതോ മുട്ട് മാറ്റി വെച്ചവര്, കിഡ്നി മാറ്റി വെച്ചോ, കിഡ്നി ഇത് ചെയ്തവര്, മറ്റെന്താ പറയാ അല്ലാത്ത അസുഖമുള്ളവര്, ഷുഗർ അസുഖമുള്ള അമ്മമാര് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 10-25 അമ്മമാരുണ്ട് അവിടെ. എല്ലാവരും തിരുവാതിര. ഞാനിപ്പോ തിരുവാതിര കൂടിയില്ല. ഞാൻ വൈകിട്ട് എനിക്കൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ആ ഐറ്റം ഞാൻ അത് ചെയ്താലേ അത് ആ ഐറ്റം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് എല്ലാവരും. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ഐറ്റം പറ്റത്തില്ല. അയ്യോ പൊന്നമ്മ ചേച്ചി, പൊന്നും ഇല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല, ഞാനിത് നമുക്ക് ഈ പ്രോഗ്രാം വേണ്ടാന്ന് വെക്കാം. നമ്മുടെ ആരാന്ന് പറയാം, ശ്രീദേവി ഉണ്ണി ചേച്ചി. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ശിവരാത്രിയാ. അപ്പം ഞങ്ങളെ അമ്മ 27-ാം തീയതി ഞങ്ങളുടെ പരിപാടി, 28-നാണ് ശിവരാത്രി. അപ്പൊ എന്താന്ന് വെച്ചാൽ നൃത്തശില്പത്തിനകത്ത് ഞങ്ങളുടെ അമ്മമാര് തോഴിമാര് കുറെ പേര്. അതിനകത്ത് പാർവതി, കൃഷ്ണൻ, ശിവനായിട്ട് ഞാനാ ഏറിയ. ഞാൻ കേട്ടില്ല. മമ്മൂക്ക പറഞ്ഞു ശിവൻ കൊള്ളായിരുന്നു, ഇങ്ങനൊരു ശിവനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. മമ്മൂക്കൊക്കെ അവിടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. എനിക്ക് കാണില്ല. ഇനി ഇവരെല്ലാം ചിരിക്കുമല്ലോ, എനിക്ക് ശരി ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ശിവനല്ലേ, ശിവന് രൗദ്രഭാവമല്ലേ. നമ്മുടെ ഈ സാധനമൊക്കെ പിടിച്ച് നമ്മള് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. നമ്മള് മുന്നിൽ നിന്ന് ഇവര് ചിരിച്ചാൽ എനിക്ക് ചിരിക്കാൻ പറ്റുമോ? മനസ്സ് ചിരിച്ചാ പോയില്ലേ. നമ്മളെ ഗൗരവ പിടിച്ച് ഇതൊക്കെ പിടിച്ച് നമ്മള് നിൽക്കുവാ സ്റ്റേജില്. അത് രസതന്നെ, ഏറ്റവും രസതന്നെ. ഞാന് ഈ ഞങ്ങള് റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലത്ത് റിഹേഴ്സൽ ചെയ്യുന്നത്. സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റ്. അവിടുന്ന് വേണം സ്റ്റേജിലോട്ട് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പൊ നമ്മളൊക്കെ ആ എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ശിവന്റെ വേഷമൊക്കെ കെട്ടി ഞാൻ ഈ സ്റ്റേജിന്റെ അവിടെ കയറി തട്ടുമ്പോൾ ഇങ്ങനെ ആ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുക. ഇതൊക്കെ പിടിച്ച് നിൽക്കുമ്പോണ്ട് ഏറ്റവും അങ്ങേറ്റം തന്നെ എന്നെ തന്നെ ഞാൻ കാണുക. ഞാൻ ഇതാരാ നീ? പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കയറി നിൽക്കുന്ന ഞാൻ എന്നെ തന്നെ കണ്ട് ഞാനൊന്ന് കിടുങ്ങി. ഇതെന്തു വന്നാ കാണുന്നതെന്ന്. പിന്നെ ഞാൻ മനസ്സിൽ എന്നെ തന്നെയാണ് ഇത് കാണുന്നത്. അന്ന് ഞാൻ പതുക്കെ ഇറങ്ങി വന്നപ്പോ അവിടെ ഇരുന്ന് എല്ലാവരും ഭയങ്കര ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ചിരിച്ചു. ഞാൻ എന്റെ കണ്ണില് സിദ്ധിക്ക് കിടന്ന് ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മമ്മൂക്ക ലാലേട്ടൊക്കെ ഭയങ്കര ശരിയായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാനത് ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. കാരണം ഞാൻ ആ കഥാപാത്രത്തിൽ നിന്നു. നമ്മൾ ഏത് വേഷം കിട്ടിയാലും ആ കഥാപാത്രമാണ്. നമ്മൾ മുന്നിലിരുന്ന് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, അല്ല മുന്നിലിരുന്ന് തെറ്റിക്കാൻ വേണ്ടി പലതും പറയുമായിരിക്കാം. പക്ഷെ ഞാനത് ബോധർ ചെയ്തില്ല. ഞാനത് എന്റെ കഥാപാത്രം, ഞാൻ ശിവനാണ്. ശിവന്റെ രൗദ്രമാണ് അവിടെ വേണ്ടത്, രൗദ്രഭാവമാണ് വേണ്ടത്. ഞാൻ അത് കൊടുത്തവര് നിന്ന് അവിടെ ശിവതാണ്ഡവൊക്കെ ഉണ്ടായിരുന്നു 4 അത് ചെലുക്കാൻ ചെയ്ത് വന്നോന്നും അറിയില്ല. മറ്റേ OTT പ്ലാറ്റ്ഫോമൊക്കെയാണ് അത് എടുത്തേക്കുന്നത്. സ്റ്റില്ലല്ല അതിലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ശിവനാകാനുള്ള ഒരു ഭാഗ്യം തന്നു. ഞാൻ ശിവന്റെ നാളുകാരിയാ, തിരുവാതിരക്കാരിയാ. അതും ഒരു ഭാഗ്യം. പിറ്റേ ദിവസം ശിവരാത്രി. ഇതെല്ലാം എനിക്കറിയില്ല. എങ്ങനെ ഇതിലെല്ലാം ഒത്തുപിടിച്ച് എന്നിലോട്ട് വന്നിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അന്ന് ഞാൻ വെജിറ്റേറിയൻ ആണ്. ഞാൻ ആ ശിവന്റെ വേഷം കെട്ടുന്നത് കൊണ്ട് എനിക്ക് തോന്നി അന്ന് എനിക്ക് വെജിറ്റേറിയൻ ആക്കണമെന്ന് എന്റെ മനസ്സിലോട് എനിക്ക് തോന്നി. എനിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഒരു ശിവഭക്തയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ഏറ്റുമാനൂരൊക്കെ കുറെ കാലം ഞങ്ങളോട് ജീവിച്ചോണ്ട് അതിലെങ്ങനെ കടന്നു പോയാലും എന്റെ ഏറ്റുമാനപ്പ എന്നൊരു വിളി എനിക്ക് എന്റെ നാവിൽ നിന്ന് വരും. മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ക്ഷേത്രം ആയിക്കോട്ടെ, എന്റെ ക്രിസ്ത്യ പള്ളി ആയിക്കോട്ടെ, എല്ലായിടത്തും വരുമ്പോൾ എന്റെ ഈശ്വര എന്നൊരു നമ്മൾ വെക്കും. എല്ലായിടത്തും ഒരാളായിരിക്കുന്നത് മനുഷ്യനായിട്ടാണെന്ന് എല്ലാവരും തിരിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാവരും നമ്മൾ ഒരിക്കലും നമ്മൾ വന്നിച്ചില്ലെങ്കിൽ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. എല്ലാത്തിനും നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്കതില് ഓർമ്മ വന്നേ അമ്മ സംഘടനയിൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് WCC എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് WCCയിലെ പ്രവർത്തനങ്ങളൊക്കെ? അയ്യോ, ഞാൻ അതില്ലല്ലോ. ഇല്ല, അവരുടെ പ്രവർത്തനത്തെ പറ്റി ഞാനൊന്നും എനിക്ക് പറയാനില്ല. കാരണം അത് അവരായിട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇല്ല. നമ്മളെ അമ്മ സംഘടനയിലെ പെണ്ണുങ്ങളെ ലേഡീസ് ആണെങ്കിൽ അവർ വന്നു, അവരെ പറഞ്ഞ അവർ ഏറ്റെടുത്തു, കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ അതിനെപ്പറ്റിയും വലുതായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ കുടുംബമാണത്. എൻ്റെ കുടുംബത്തിലുള്ളവരാണ് അവര്. നമ്മളെ കുടുംബത്തിലുള്ളവരെ നമ്മൾ മോശം പറയില്ലല്ലോ, പാടില്ല. നമ്മൾ ഇനി മോശം ഉണ്ടെങ്കിലും നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കണം.
നമ്മുടെ കുടുംബത്തിൽ എന്റെ മോനോ എന്റെ മോക്കോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ നമ്മൾ ഉടനെ മോളെ മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കുവോ? നിങ്ങൾ തട്ടിക്കോ എന്റെ ചെയ്യോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും. അതുപോലെ തന്നെ എന്റെ അമ്മ സംഘടനയിലെ എന്റെ സഹപ്രവർത്തകരും എന്റെ സഹോദരന്മാരും അമ്മമാരും ഒക്കെ നമ്മൾ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുകളാണ്. എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തീർക്കാനും അത് തീർത്ത് പറയാനും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതൊരു വിവാദമാക്കിക്കൊണ്ട് പുറത്തോട്ട് ഒരു ന്യൂസ് കൊടുത്തോ അങ്ങനെ കൊടുത്തുകൊണ്ടോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. എല്ലാവരും ചേർത്ത് പിടിക്കുക. എല്ലാവരും എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോവുക എന്നാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളൂ, നമ്മൾ ചേർത്ത് പിടിക്കാറുള്ളൂ. അങ്ങനെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം അമ്മ വേഷങ്ങള് കുറവാ, ഇല്ലെന്ന് തന്നെ പറയും. അതെന്ത് ഇപ്പൊ സിനിമയ്ക്ക് അച്ഛനും അമ്മയും വേണ്ടെന്നാണോ? ഞാൻ എങ്ങനെ പറയാൻ ഉത്തരം? എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്റെ സിനിമകള് 96 മുതൽ 95 മുതൽ ഞാൻ സിനിമയിൽ വന്ന കാലം മുതലുള്ള സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇഷ്ടപ്പെട്ട ഒരാളല്ല ഞാൻ. ഇപ്പൊ റോൾ ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളല്ല ഞാൻ. നിങ്ങളൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴും എന്നെ ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാൻ, അയ്യോ ഞങ്ങളൊക്കെ കുഞ്ഞിലേ മുതൽ ഇങ്ങനെ കണ്ട് ചേച്ചിയുടെ സിനിമകൾ കണ്ട് ചിരിക്കുകയും ഇങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണെന്ന് പറഞ്ഞു ഓടി വരുന്ന മക്കളാണ് ഇപ്പൊ എല്ലാവരും. ഒന്നും വേണ്ട, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേടനെ എവിടെ വെച്ച് കാരണം വേടൻ ഓടി വന്ന് ഞാൻ പറഞ്ഞു വേടാ എനിക്ക് വേടന്റെ പാട്ട്. അയ്യോ ചേച്ചി ഞാൻ കലാപം പണി കഴിഞ്ഞപ്പോൾ എനിക്ക് വേടന്റെ പാട്ടാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാ ചേച്ചി ഞാനൊക്കെ കുഞ്ഞിലേ മുതൽ ചേച്ചിയുടെ പടം കണ്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്റെ പഴയകാല സിനിമകൾ കണ്ടിട്ടാ. ഇപ്പോഴത്തെ സിനിമകളിൽ അഭിനയിച്ച് കാണാം. അവർ ഞാനൊന്നും വലുതായിട്ട് റോൾ ചെയ്ത് എത്ര ഉള്ളേ ഓളുണ്ടോ? ഇല്ല. ഇനി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അവരാരെങ്കിലും അറിയുമോ? ആരും അറിയത്തില്ല. അവരൊന്നും ഒരു പടത്തിലുള്ള ഒരാളല്ല വേറൊരു പടത്തിലുള്ള ആൾക്കാരല്ല മറ്റേ പടത്തിൽ. പണ്ട് കാലം അങ്ങനെയല്ല. പണ്ട് കാലം ഞങ്ങൾ മമ്മൂക്കാരുടെ പടം ചെയ്തുകൊണ്ടിരിക്കുവാണെ ഒരു 10 ദിവസം ഡേറ്റ് മേടിച്ച് ആ പടത്തിന് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് മോഹൻലാലിന്റെ പടത്തിലോട്ടാണ്. അവിടെ ഇപ്പോൾ ലാലേട്ടന്റെ പടത്തിൽ 5 ദിവസം അഭിനയിച്ച് കഴിഞ്ഞാൽ അടുത്ത പടം പോകുന്നത് ജയറാമിന്റെ പടത്തിലോട്ടാണ്. അവിടെയും കുറെ പേര് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. ആ ജയറാമിന്റെ പടം കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്ന സുരേഷ് ഏട്ടന്റെ പടത്തിലോട്ടാണ്. സുരേഷ് ഏട്ടന്റെ പടം കഴിഞ്ഞാൽ അവിടെ കഴിയുമ്പോൾ ചാക്കോച്ചന്റെ പടം, പൃഥ്വിന്റെ പടം, ദിലീപിന്റെ പടം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പടങ്ങൾ മാറി മാറി നമ്മളെല്ലാവരും പോവുക. അപ്പൊ നല്ല കഥാപാത്രങ്ങൾ വെറൈറ്റി കഥാപാത്രങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ അതല്ല. ഇപ്പൊ ഒരു സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് ഒരു നേരെ ഇങ്ങനെ വരും. ആ സെക്ഷൻ ഒരു പടം അവതരിപ്പിക്കും. ആ പടം ചിലപ്പോൾ ഹിറ്റാവും, ചില പടങ്ങൾ ഹിറ്റാവുന്നില്ല. അതിനകത്ത് ആർട്ടിസ്റ്റുകൾ അറിയുന്നില്ല. എല്ലാം പുതിയ ആൾക്കാരുകളാണ്. പുതിയ ആൾക്കാരായാലും ഒരു ഹിറ്റ് പടം ആയാലും അവർ ഹിറ്റ് പടം അടുത്ത പടം വരുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് അയ്യോ ആ നടൻ ഏതായിരുന്നു? അപ്പോൾ പറയും ചേച്ചിക്ക് അറിയില്ലേ, അത് ആ കഴിഞ്ഞ പടത്തിൽ ആ പടത്തിൽ നമ്മൾ ആ പടത്തിലേക്ക് ആ ഹിറ്റ് പടത്തിലായ മനസ്സിലായി എന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് പുതിയ ആൾക്കാർ ഒരിക്കലും ഞാൻ നിരാകരിച്ച് പറയല്ല. പുതിയ ആൾക്കാരൊക്കെ ഭയങ്കര കഴിവും ഭയങ്കര എന്താ പറയാ ഇപ്പൊ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ടാലന്റ് ഏത് രീതി നല്ല ടാലന്റ് ഉള്ള പിള്ളേരുകളല്ല എല്ലാവരും. ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റുകൾ നേരെയാണ് ഞാൻ പറയുന്നത്. ആർട്ടിസ്റ്റ് വന്ന നിര വെക്കുമ്പോൾ വന്ന ആൾക്കാർ മോശമെന്ന് പറയുന്നില്ല. അവരാരും നിലനിൽക്കുന്നില്ല. ഞങ്ങൾക്ക് നിന്ന പോലെ ഈ ആൾക്കാരുകള് അറിയുന്നില്ല. ഒരമ്മ വന്നു നന്നായിട്ട് വേഷം ചെയ്തു, ആ അടുത്ത പടത്തിലെ അമ്മയ്ക്ക് റോള് കിട്ടിയാലേ ഒരു 10 പടം അടുപ്പിച്ചു പോയാലല്ലേ നമ്മുടെ മനസ്സിൽ നിൽക്കും അവര്. ഒരു നായികയാണെങ്കിലും അതെ. ഇപ്പൊ കാവ്യ മാധവനായാലും മഞ്ജു വാര്യരായാലും അല്ലെങ്കിൽ ശോഭന, അങ്ങനെ ഒരുപാട് പേരെ എടുത്ത തന്നെ അവരെല്ലാം പടത്തിനകത്ത് ഒരു 5-6 പടം അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇന്നൊരു പെട്ടെന്നൊരു നായിക പറഞ്ഞ നായിക അതേതാ ചേച്ചി ആ പടത്തില്ല, ചിലപ്പോൾ നമ്മളെ പടം കണ്ടിട്ടുണ്ടാവില്ല. വലിയ ഹിറ്റ് നിൽക്കുന്ന പടത്തേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ പോവാറുള്ളത്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് പെൺപിള്ളേരായാലും നല്ല യൂത്ത് അല്ല നമ്മുടെ ടീനേജ് പിള്ളേരുകളൊക്കെ നല്ല ടാലന്റ് ഉള്ള പിള്ളേർ, ക്യാമറ ആയാലും അതുപോലെ തന്നെ അവരുടെ ഒരു വർക്ക് ഇപ്പോഴത്തെ ട്രെൻഡുള്ള വർക്കില്ലേ ആ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങി ഞാൻ അതിനൊക്കെ ആസ്വദിക്കുന്ന ആളാ. ഞാനും അവരോടൊപ്പം ഇങ്ങനെ എന്താ പറയുക, എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണ്. നമ്മൾ എന്നും ഒരു അമ്മയായിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചോണ്ടിരുന്ന ആളല്ലേ. പെട്ടെന്ന് തന്നെ ഉടുപ്പൊക്കെ ഇട്ട് തോക്കും കൊണ്ട് ചൂണ്ടി നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? കാലം മാറിയപ്പോ ഞാൻ തോക്കുമായിട്ട് ഇറങ്ങി. തോക്കുണ്ടോ കയ്യില് പിള്ളേരെ കാണുവാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കണമെങ്കിൽ അവരുടെ മനസ്സിലെ കഥാപാത്രം കയറിയത് കൊണ്ടല്ലേ നിൽക്കണം. പിന്നെ ഒരു ഞാൻ തിയേറ്റർ കയറുവാണെങ്കിൽ താവിച്ചായോ അവിടെ ഒരു ബീഫ് ഇവളുടെ ബീഫ് എന്നതാ താപ്പാനയുടെ കഥാപാത്രമാണ് എന്ന് പറയുന്ന പിള്ളേര്. അപ്പൊ എന്റെ പല സിനിമകളുടെ ചേട്ടത്തി സാബു അത് പല കഥാപാത്രങ്ങള്. ഒരു കടയിൽ ചെന്നപ്പോ ചായ, നാരങ്ങ വെള്ളം, പച്ചവെള്ളം. ഞാൻ ചേട്ടാ ഇപ്പൊ എന്നാ ഉള്ളേ ഞാൻ ചോദിക്കാം, എനിക്ക് ചത്തിയില്ല. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ, നമ്മൾ ദാഹിച്ച് നിൽക്കുക. എന്താ ഉള്ളത് ചോദിക്കും, പുള്ളി ചോദിക്കുന്ന റോമൻസിലെ കാര്യം പുള്ളി. കാപ്പി, മോര്, ചായ, പച്ചവെള്ളം, പച്ചവെള്ളം ശരിയായ
അങ്ങനെ പല പിന്നെ ആ ചോക്ക് രാജയില് ഞാൻ ആ സാരി എടുത്തോണ്ട് വന്ന് ഏത് പറയാൻ എന്റെ ഭർത്താവ് മരിച്ചു കിടക്കണം പറഞ്ഞ് ഭാര്യ പോയി സാരി എടുത്തിട്ട് പറയില്ലേ ചാലാരും പത്രക്കാരൊക്കെ വരുവേ ഞാൻ ഏത് സാരിയാണ് കൊടുക്കുന്നത്. ചാനലുകാരും പത്രക്കാരും ഒക്കെ എത്തിയിരിക്കുക. ഞാൻ ഇതിൽ ഏത് സാരിയാ കൊടുക്കുന്നത് എന്റെ ദൈവമേ. അങ്ങനെ ഓരോ കഥാപാത്രം അതാണ് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്ത കഥാപാത്രം വെച്ചിട്ടല്ല ഈ ആൾക്കാരിലും നമുക്ക് ഇത്രയും നമ്മുടെ ചേച്ചിമാരായാലും അമ്മമാരായാലും ഇന്നായാലും പുറത്തേക്ക് ഇറങ്ങി എന്റെ മോളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ അവരൊക്കെ നേരിട്ട് കാണുകയല്ലേ. അവരുടെ സ്നേഹപ്രകടനം നമ്മളെ വന്നിങ്ങനെ വന്ന് പിടിക്കുക എന്നാൽ അതൊക്കെ എന്താ ഇങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം അതൊക്കെ പറഞ്ഞെങ്കിൽ ആൾക്കാർ ഒക്കെ അങ്ങ് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആളും ജനവും ഉണ്ടാവുമല്ലോ അവിടെ. എല്ലാവരും ഓടി വരിക, കാണുക, അവരുടെ ഇഷ്ടം നമ്മളെ നേരിട്ട് അറിയുക. ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയും നല്ല വ്യത്യസ്ത കഥാപാത്രമായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ വരണമെന്നുള്ളതാണ് എന്റെ അതിയായ ആഗ്രഹം. എന്തായാലും ആ ഒരു ഇഷ്ടം പ്രേക്ഷകർക്കെല്ലാം എന്നോട് ഇന്നും അന്ന് എന്നെ എങ്ങനെയാ സ്നേഹിച്ചു ഇന്നും അവരെന്നെ അങ്ങനെ തന്നെ സ്നേഹിക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പുതിയ കമ്മിറ്റ്സുകള് രാജന്റെ ഒരു പടം ഞാനിപ്പോ അഭിനയിച്ച റൺമാമ റൺ എന്ന് പറഞ്ഞൊരു പാടും. ഞാൻ ഇന്ദ്രൻസ് വരുന്നത് ഒരു ഹ്യൂമറാ. അതൊരു ഞാൻ ചെയ്യാതിരുന്നതാ. അപ്പൊ അതൊരു ഹ്യൂമറിന്റെ ഒരു ചെറിയ എലമെന്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞപ്പം അത് ഞാൻ പോയിട്ടൊന്ന് ചെയ്തിട്ടു. ഹ്യൂമർ അപ്പൊ എപ്പോഴും ആൾക്കാർക്ക് ചിരിക്കാൻ ഇഷ്ടമാണല്ലോ. എന്താ വേറൊന്നുമല്ല, നമ്മളെ കാണുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം, അവർ നമ്മളെ കണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വരുന്നുണ്ട് അയ്യോ എന്നല്ലല്ലോ ആൾക്കാർ പറയണം. അതെ, ആൾക്കാർ എന്നെ പൊന്നോ ചേച്ചി ആ ചേച്ചിയെ എന്ന് പറഞ്ഞ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം, അവരുടെ കണ്ണുകളിലുണ്ട് അവരുടെ ആത്മാർത്ഥത, ആ സ്നേഹം, അവരുടെ അടുപ്പം. അവർ കയ്യെ വന്നിങ്ങനെ പിടിക്കുമ്പോ അവരുടെ ആ ഇടിപ്പിലറിയാം അവർക്ക് എന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന്. കാരണം ആ അവരുടെ ആ ഇടിപ്പ് നമ്മുടെ ഇടിപ്പോട് ചേർക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും കൂടെ ഒരുമിച്ചുണ്ടാക്കി തന്ന പേരാണ് പൊന്നമ്മ ബാബു. അത് ബിഗ് സ്ക്രീൻ മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമ്മിശ്രമാണ് ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും. ഞാൻ ചെയ്തിട്ടുള്ള എന്റെ സീരിയൽസ് ആയാലും എല്ലാം നല്ല ഹിറ്റ് സീരിയൽസ് ആയിരുന്നു, എല്ലാം നല്ല കഥാപാത്രങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് മിനി സ്ക്രീനും ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല. മിനി സ്ക്രീനും എനിക്ക് എന്റെ വളർച്ചയിൽ ഒരുപാട്, കാരണം ഞാൻ സിനിമയിൽ ചെയ്യാത്ത പലതും മിനി സ്ക്രീനിലാണ് കാണിച്ചത്. മിനി സ്ക്രീനിൽ ചെയ്ത് കണ്ടിട്ടാണ് പലതും എനിക്ക് സിനിമയിൽ എനിക്ക് കഥാപാത്രങ്ങൾ ഉണ്ടായത്. അപ്പൊ എനിക്ക് മിനി സ്ക്രീനിന്റെ തള്ളി പറയാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നമ്മ ബാബു എന്നുള്ള ഒരു പേര് എനിക്ക് ഞാൻ ഇന്ന് വരെ നേടിത്തന്നിട്ടുള്ള എന്റെ പേര് എന്റെ മിനി സ്ക്രീനും എന്റെ ബിഗ് സ്ക്രീനും ഉണ്ടാക്കി തന്ന പേരാണ്. അവർ രണ്ടുപേർക്കും അതിന് അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഇത്ര നാളുകളായിട്ടും അത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും നെഞ്ചിലേറ്റിയത് തന്നെയാണ്. തീർച്ചയായും ഇനി ആയാലും നമ്മൾ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെയുള്ള നോക്കി, നമ്മൾ ചിലപ്പോൾ 1 വർഷം 2 വർഷം പണം ചെയ്തില്ല എന്ന് തന്നെ വെക്കുക, എന്നും ആൾക്കാർ നമ്മളെ മറക്കുവോ? ഒരിക്കലുമില്ല. പണ്ട് ആൾക്കാരെ കഴിവ് കാണിക്കാൻ ഒരു ഇടമില്ലായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ, സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. എന്ത് ഇഷ്ടം പോലെ. ഇനി നിങ്ങൾക്ക് കഴിവുണ്ടോ അത് ഓണാക്കി വെക്കുക, അങ്ങോട്ട് തത്തരിയിടാന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പാട്ട് ഡാൻസ് ചെയ്ത് ആ അമ്മമാരുടെ കളിയും സന്തോഷം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ചില പ്രായമുള്ള അച്ഛന്മാരൊക്കെ എന്ത് രസമായിട്ടാ പാടും. പ്രായമുള്ള അമ്മമാര് വീരൊരു അമ്മ ഉണ്ടോ കൊട്ടും ഞാൻ കേട്ടില്ല എന്നും പറയുന്ന അമ്മ കളിക്കുന്ന ഡാൻസ് എന്ത് രസമായിട്ടാ കളിക്കുന്നേ. ഇന്നപ്പോ ഈ സോഷ്യൽ മീഡിയ ഉള്ള ഒരു പ്ലാറ്റ്ഫോം വന്നോണ്ടല്ലേ നമുക്ക് അങ്ങനെയൊക്കെ എല്ലാം കാണാൻ പറ്റിയ. പണ്ടാണ് എങ്ങനെയാ വരണ്ടേ, നമ്മളൊരു മാഗസിന് നോക്കിയിരിക്കണം, നമ്മുടെ ഒരു ആർട്ടിക്കിൾ വരുവോ, നമ്മുടെ ഒരു പടം വരുവോ, നമ്മുടെ ഒരു പേര് വരുവോ, അതിലേക്ക് വലിയൊരു യാത്ര തന്നെ ചെയ്യണം അല്ലേ. പിന്നെ ഓർക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഒരു പടം വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ആന പോലുള്ള മാഗസിൻ, ചിത്രഭൂമി ഉള്ള മാഗസിൻ, സിനിമ മാഗസിൻസിലൊക്കെ അന്നൊക്കെ അതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊക്കെ നമ്മുടെ ഒരു ആർട്ടിക്കിൾ, നമ്മുടെ ഒരു ഫോട്ടോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്നാ അതല്ല ഇന്നിപ്പോ എന്ന് പറയാം അതൊന്നും വേണ്ട. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട്, ഓരോരുത്തർക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, കയറി തുടങ്ങി അവരങ്ങ് ചെയ്തിടുന്നു. ചിലത് വൈറലാകും, ചിലത് അത് നല്ല. ഒരുപാട് ആൾക്കാർ സിനിമയിലോട്ട് തന്നെ ഇങ്ങനെയുള്ള രംഗത്തുനിന്ന് ആൾക്കാർ വന്നല്ലോ. ഞാൻ പറഞ്ഞാൽ ആരും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഒരിക്കലും പുകഴ്ത്തി വെക്കരുത്. സ്വന്തമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള അവസരം കിടപ്പുണ്ട്. യൂട്യൂബ് ഉണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്താ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ചെയ്യുക. ആരെന്ത് ചെയ്യുന്നു പറയുന്നുള്ളതല്ല, നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത്. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടോ, ഡാൻസ് ചെയ്തിടുക. പാട്ട് പാടാൻ കഴിവുണ്ടോ, പാട്ട് പാടിയിടുക. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിൽ വെക്കാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്തിടുക. ഞാൻ സപ്പോർട്ട് അവർക്ക് പറയാം. കഴിഞ്ഞ സോഷ്യൽ മീഡിയയുടെ അവാർഡ് എനിക്കുണ്ടായിരുന്നു, ഡിജിറ്റലിലെ അവാർഡ്. ആ അവാർഡില്ല നീല നേരത്തെ മോക്കായിരുന്നു. മോളൊരു ഷോർട്ട് മൂവി ചെയ്തല്ലോ. ചെയ്തു. അത് പറഞ്ഞപ്പോഴേ ഓർത്തത് ദീപ്തി മാം ഇന്നിപ്പോ ഒരു ഷോർട്ട് ഫിലിം വേൾപൂൾ ഷോർട്ട് ഫിലിം ചെയ്തു.
മികച്ച ഡയറക്ടർ ലിസ്റ്റിൽ നിൽക്കുന്നു. അതെ മറ്റേ അതിൽ 2 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ അത് സെലക്ഷൻ കിട്ടിയായിരുന്നു. അതൊക്കെ വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. അവളെല്ലാം അവിടെ കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷമാണ്, ഞങ്ങൾ പോലും അറിഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ എന്നെ ഞെട്ടിച്ച മോള. അത് പഠിച്ചതും ജോലി എടുത്തതൊക്കെ വേറെ. ഇതുമായിട്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിവിടെ കൊണ്ടുവന്നപ്പോ ഇത് ഇത്രയും ആവും നമ്മൾ വിചാരിച്ചില്ല. ഇതിങ്ങനെ ഇന്റർനാഷണൽ അവിടെയൊക്കെ കണ്ട കാഴ്ച കണ്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് അങ്ങനെ കാണാനുള്ള ഭാഗ്യം എന്റെ പടങ്ങളൊന്നും അങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിൽ പോയി. ഇറ്റലിയിലല്ല, ഏറ്റവും എനിക്ക് എന്നെ ഞെട്ടിച്ചത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയപ്പോഴാണ്. അത് അവിടെയുള്ള ഇന്റർനാഷണൽ ലെവലുള്ള ഡയറക്ടേഴ്സ് എല്ലാ രാജ്യത്തു നിന്നും ഉണ്ട്, വരുന്നുണ്ട്. അമേരിക്ക, കാനഡ, ലണ്ടൻ ഡയറക്ടേഴ്സ് കംപ്ലീറ്റ് ഉണ്ട്. ആ ഹോളിവുഡിലെ ഡയറക്ടേഴ്സ് കംപ്ലീറ്റുകൾ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഒന്നും അവിടുത്തെ പ്രസ് മീറ്റ്, അവരുടെ ഒപ്പമുള്ള പ്രസ് മീറ്റ്, പിന്നെ അവിടെ തനിച്ചുള്ള പ്രസ് മീറ്റ്, പിന്നെ അവിടെ സിനിമ കണ്ടത് ഒരു തിയേറ്റർ നിറഞ്ഞിട്ട് ആളിരുന്നിട്ടൊക്കെ 2 ഷോ ഉണ്ടായിരുന്നു മോടെ. ഒരു ഷോ കഴിഞ്ഞപ്പോൾ സ്പ്രെഡായി ന്യൂസ്. പിന്നത്തേക്ക് അടുത്ത ഷോ ആയപ്പോഴത്തേക്ക് വലിയ തിയേറ്ററാണ്. ഭയങ്കര വലിയ തിയേറ്റർ. ആ തിയേറ്റർ നിറഞ്ഞിട്ട് ഇടയ്ക്കൂടെ ആളിരിക്കുമായിരുന്നു. അതൊക്കെ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പിന്നെ അവിടുത്തെ മാധ്യമങ്ങൾ, ഇന്റർവ്യൂസുകൾ, പിന്നെ എന്നെ അങ്ങനെ പലർക്കും അവർക്ക് അറിയില്ലല്ലോ. ഞാനൊരു മലയാളി ആർട്ടിസ്റ്റ്. പിന്നെ പറഞ്ഞൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വരാൻ തുടങ്ങി. മോള് തന്നെയാണ് എല്ലാം ഇത് അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉഷ ഉതുപ്പുണ്ടായിരുന്നു. വിശേഷിച്ച് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ പോത്തമ്പാവ് തുടങ്ങിയ ബന്ധമാണ്. അമ്മയുടെ സിനിമ കാണാൻ വന്നു. അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ അവൾ 2 കൂടെ ചെയ്തിപ്പോ എ ലോങ് ഗുഡ് ബൈ. അത് റിലീസ് ആയിട്ടില്ല. വേൾപൂൾ 2 വർഷം മുമ്പ് ചെയ്തതാ. അപ്പൊ ഇത് റിലീസ് ആയില്ലായിരുന്നു, ഫെസ്റ്റിവലിന് വിട്ടിരിക്കായിരുന്നു. ഇപ്പൊ നമ്മള് പ്രിവ്യൂ വെച്ചിരുന്നു. വേൾപൂൾ റിലീസും നമ്മള് പ്രിവ്യൂ എ ലോങ് ഗുഡ് ബൈ പ്രിവ്യൂ വെച്ചിരുന്നു. നമ്മൾ ഷെനൈസി വെച്ചിരുന്നു. ഇനിയിപ്പോ അത് ഫെസ്റ്റിവലിന് വെട്ടിരിക്കുക. മുതലേ എഴുതുമായിരുന്നു അല്ലേ? അപ്പൊ നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ എഴുതുമല്ലോ. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഹസ്ബൻഡ് 2000-ലെ. ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു പിന്നെ മോള്. അങ്ങനെയൊക്കെ എഴുതുമെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇളയ മോളാണ് 2 പടത്തിൽ നായികയായിട്ട് അഭിനയിച്ച പിങ്കി. നക്ഷത്രങ്ങള് സിനിമയിലേക്ക്. നക്ഷത്രങ്ങളും പവനായി ക്യാപ്റ്റൻ രാജുവിന്റെ പടം. പിന്നെ 2014-ലെ തോന്നുന്നു. എനിക്ക് നടുക്ക് മോനെ ഇളയതാ, ഏറ്റവും ഇളയതാ പിങ്കി. മോനും ഇവിടെ കൂടിയൊക്കെയാണ് ഭയങ്കര അറ്റാച്ച്മെന്റ്. മോനും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ബൂമറാങ് പോലെയാന്നേ. എല്ലാത്തിനും പഠിപ്പിച്ച് എല്ലാരും വിദേശത്ത് വിട്ടു. ഇതേ വരുന്ന എല്ലാ സിനിമയിലോട്ട് തന്നെ. എനിക്കൊന്നും പറയാൻ പറ്റില്ല, അറിയാവോ? ഞാൻ പറഞ്ഞല്ല അവര് കേട്ടു, അനുസരിച്ചു. അമ്മ വലിയൊരു പ്രതിഭയാവുമ്പോൾ മക്കൾക്ക് അതിൽ തീർച്ചയായിട്ടും. അല്ല, ഞാൻ കലാപരമായിട്ട് ഒന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ചെറുപ്പത്തില്. പഠിത്തത്തിന് മാത്രം ഞാൻ ഊന്നൽ കൊടുത്തേ. പഠിത്തമാണ് മെയിൻ. അതിനാ ജോലി എനിക്ക് കാണണം. എനിക്ക് അല്ലാതെ ജോലി ഇല്ല കാരണം അലയുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്. 3 പേരെ ഇംഗ്ലീഷും വീട്ടിൽ വിട്ട് പഠിപ്പിച്ച് നമ്മള് വളരെ പ്രയാസപ്പെട്ടു. വളരെ എന്താ പറയുക, സ്ട്രെയിൻ എടുത്തൊക്കെയാണ്. ഇന്നൊരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഫീസ് അറിയാമല്ലോ. 3 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചേ. പഠിപ്പിച്ച് നമ്മളൊരു പിള്ളേരെല്ലാം ഓരോരോ സ്ഥാനത്തെത്തി നല്ല നല്ല പൊസിഷനായി. എല്ലാവരും വെൽ സെറ്റിലാണ് പുറത്ത്. വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ്. നല്ല അനുസരണയോടെ പഠിപ്പിച്ച് വഴക്ക് പറഞ്ഞു വളരെ നല്ല അടിയെ കൊടുത്ത് പഠിപ്പിച്ചു തന്നെ വിചാരിക്കും. ഇന്നത്തെ മക്കളെ ആരും അടിക്കാറില്ലല്ലോ. നമ്മളൊക്കെ രണ്ട് അടിയെ കൊടുത്തൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനൊക്കെ വളരെയധികം അടി വാങ്ങിച്ചു വളർന്ന ആളാണ്. ഇന്നാണ് ഞാൻ അടിക്കില്ല പിള്ളേരെ. അന്ന് ഞാൻ അടി വാങ്ങിച്ചോണ്ട് എനിക്ക് വിചാരം എന്റെ മക്കളെ എനിക്ക് അടിക്കണോ, അടിച്ച് വളർത്തണം എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ വളർന്നേ, അടി കൊണ്ടാ വളർന്നേ. എന്റെ മോൾ ഇങ്ങനെ ഡയറക്ടറായി ഞാൻ എല്ലാവരെയും പറ്റി അത് അറിയിക്കാൻ പോയില്ല. പിന്നീട് ഇത് മൊത്തം വരുന്നത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പം ന്യൂസ് വന്നു വെളിയിലോട്ട്. എനിക്ക് ആഗ്രഹം അവളായിട്ട് തന്നെ വന്നറിയിക്കണം. ഞാൻ എല്ലാവരും പറഞ്ഞു തരുന്ന അത് വേണ്ട, അവളായിട്ട് വന്ന് അവളായിട്ട് തന്നെ എല്ലാം ചെയ്യട്ടെ. ഞാനൊക്കെ സ്വന്തമായിട്ട് വഴിപറ്റി വന്നയാളാ. പിന്നെ വന്ന് വെട്ടപ്പോ നമുക്ക് ദൈവം ദൂതന്മാരെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്ന് നമ്മളെ നമുക്ക് ഇങ്ങനെ വെട്ടിയ വഴി നല്ല പ്രകാശം. കൂടെ ദൈവം അങ്ങനെ തുറന്ന് കൊണ്ടുവന്ന് ലോകി സാറ്, സിബി സാറ്, ജോഷി സാറിന്റെ എത്രയോ പടങ്ങള്, സിബി മലയാളി, ഷാജി കൈലാസ്, ഇന്ന് വേണ്ട പ്രകടപരായ ഡയറക്ടർമാര് അവരൊന്ന്. അതിന് പുറകെ മാധ്യമങ്ങളായ അന്ന് വളർത്താൻ അവരല്ലേ ഉള്ളൂ. നാന പോലെയുള്ളതും ഒരിക്കലും എനിക്ക് നാനയുടെ കുമാരിയമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണനെയോ അല്ലെങ്കിൽ അഞ്ജു അതൊന്നും എനിക്ക് ആരെയും മറക്കാൻ പറ്റത്തില്ല. അത്രയും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുകളാണ്. അന്ന് തൂലികകളാണ്, അന്ന് എഴുത്താ. അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളായിരുന്നു. ഇന്നും നമ്മൾ അവർക്ക് ഇന്ന് ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും അവർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതാ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഉണ്ടല്ലോ, വേണ്ടല്ലോ എന്നുള്ളതല്ല. ഇന്നും അവർ അതിലൂടെ നമുക്ക് വേണ്ട അവരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കുമാരിയമ്മയുടെ ഒരു ഗുഡ് മോർണിംഗ് ഇല്ലാത്ത ഒരു ദിവസമില്ല. കുമാരിയമ്മ, ഞാനയുടെ കുമാരിയമ്മ. അമ്മയ്ക്കും മോൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഒരുപാട് സൃഷ്ടികൾ വന്ന്
അത് നിറയട്ടെ. അത് എനിക്ക് നല്ല രീതിയിൽ ഒരുപാട് എത്തട്ടെ. അവസരങ്ങളൊന്നും ഇനി വേണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ 15 സിനിമയിൽ അധികമായി, 30 വർഷമായി ചെയ്യാത്ത വേഷങ്ങൾ, ചെറുതും വലുതുമായിട്ട്. ഞങ്ങള് പ്രേക്ഷകർക്ക് വലിയ സങ്കടവും കേട്ടോ, വലിയ മിസ്സിക്കായി ഇനി എന്തെങ്കിലും ചെയ്യുന്ന കഥാപാത്രങ്ങള് എന്തെങ്കിലും ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ സിനിമ കഴിഞ്ഞാൽ എന്റെ ലോകം, എന്റെ കുടുംബം, എന്റെ 3 മക്കളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അല്ല ഇവിടെ സിനിമയിലില്ല, പുറത്തു പോയി കറങ്ങാൻ പോവുക, അവിടെ പോവാം ഇവിടെ പോവാം, അല്ലെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇവരുടെ വീട്ടിൽ പോയി, ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. പിന്നെ നല്ലൊരു ഫ്രണ്ട് എന്ന് പറയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാറ, നേവിയിലെ ഷിപ്പിന്റെ ക്യാപ്റ്റന്റെ വൈഫാണ് സാറ എന്ന് പറയും. സാറ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സിനിമയിൽ എല്ലാവരും ഒരുപോലെ ആയിട്ടേ ഉള്ളൂ. ആരും പ്രത്യേകമായിട്ട് ഒരു സ്നേഹം ഇല്ല. എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും കടമായി സുഖമല്ലേ, അന്നായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ മാത്രം. ഇനിയും ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രത്യേകമായ ക്യാരക്ടറുകൾ വന്ന് അത് തിളങ്ങാൻ സാധിക്കട്ടെ. ഒത്തിരി സന്തോഷം, നല്ല വാക്കുകൾക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.